നടനും ഗായകനും ഒക്കെയായ നമ്മുടെ ഗാനഗന്ധർവന്റെ മകനായ വിജയ് യേശുദാസിന്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞുള്ള വേർപിരിയലും ഡിവോഴ്സുമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നിരവധി ഫംഗ്ഷനുകളിൽ ഒരുമിച്ചെത്താറുള്ള നടി ദിവ്യ പിള്ളയുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദിവ്യ പിള്ള തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഡേറ്റിംഗിലാണെന്നും ആ രഹസ്യം പരസ്യമാക്കിയിരിക്കുകയാണ് നടി ദിവ്യ പിള്ള എന്നും ഈ താരവിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തയുമാണ് പുറത്തുവരുന്നത്. എന്നാൽ വരൻ വിജയ് തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരവും നടി തന്നെ പിന്നാലെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഡേറ്റിംഗിൽ മുൻപുണ്ടായ വിവാഹമെന്നും പറയാൻ കഴിയില്ല, ആരാണ് താരത്തിന് ഡേറ്റ് ചെയ്യുന്നതെന്നും പറയുന്നില്ല. പ്രേക്ഷകരുടെ ചില അഭ്യൂഹങ്ങളും സൂചനകളുമാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. ഇറാഖി വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനുമായി 12 വർഷം റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും ദിവ്യ പിള്ള ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദിവ്യ പിള്ള തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ പിരിഞ്ഞ ബന്ധത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ, ഞാൻ ദീർഘകാലമായ ഒരു ബന്ധത്തിലായിരുന്നു, അത് അവസാനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം താൻ ഡേറ്റിംഗിലാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വകാര്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് താരം പറഞ്ഞത്. അക്കാര്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നതുവരെ രഹസ്യമാക്കി വയ്ക്കാനാണ് എൻ്റെ തീരുമാനം. ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സമയമാകുമ്പോൾ ഉറപ്പായും പറയും. അല്ലാതെ ഡേറ്റിംഗ് ചെയ്യുന്നില്ലെന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിവ്യ പിള്ള പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ താഴെ വിജയ് യേശുദാസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. വിജയ് യേശുദാസ് ആയിരിക്കുമെന്ന് പറയുന്നവർ ഭൂരിഭാഗം പേരാണ്. കാരണം പുറത്തുള്ളവരുടെ, സിനിമയ്ക്കകത്തും പുറത്തുമായി നിൽക്കുന്നവരുടെ ചില പ്രത്യേക പരിപാടികളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് നിൽക്കുക, കൈപിടിച്ച് നടക്കുക തുടങ്ങിയ നിരവധി ചിത്രങ്ങളും വീഡിയോകളും വൈറലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. വിജയ് യേശുദാസ് ദർശനയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ബന്ധത്തിലേക്ക് കടക്കുക. അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇത് തുറന്നു പറയാത്തതെന്ന് തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. അഭിനേത്രി എന്ന നിലയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട നടി തന്നെയാണ് ഈ ദിവ്യ പിള്ള എന്ന് പ്രേക്ഷകർ തന്നെ ഒരേപോലെ പറയാറുണ്ട്. വിവാഹത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും സിനിമയിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നടി ദിവ്യ പിള്ള പറയുന്നത്. ഒരു നടി മാത്രമല്ല, ഒരു മോഡൽ കൂടിയാണ് ദിവ്യ പിള്ള. വിവാഹത്തെക്കുറിച്ചും പിന്നീട് ആ ജീവിതത്തെ ഉപേക്ഷനെക്കുറിച്ചും ഒക്കെ താരം ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തൻ്റെ പുതിയ ചിത്രത്തിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് നടി. മൂകാംബികയിൽ വെച്ചായിരുന്നു 12 വർഷമായി റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തിയെ വിവാഹം കഴിച്ചത്. മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നൊരു ചടങ്ങ് നിർഭാഗ്യവശാൽ പിരിയേണ്ടി വന്നു. ക്ഷേത്രത്തിൽ വെച്ച് ചടങ്ങ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് വിവാഹമായി കരുതപ്പെടുന്നില്ല. എന്നാലും അതെന്റെ വിവാഹം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അത് രജിസ്റ്ററിലോ ലീഗലിലോ വിവാഹമാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും 2 രാജ്യങ്ങളിലെ പൗരന്മാരായതിനാൽ ചില നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ശരിയാക്കി എടുത്തതിന് മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞു. അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത്. ഞാൻ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹം ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഒത്തുപോകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ വിവാഹമോചനത്തിന് നൂലാമാലകൾ ഉണ്ടാവാതെ ഞങ്ങൾ അതങ്ങ് വേണ്ട എന്ന് വെച്ചതെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.